അതെ, ഞാനിന്ന് വന്നേക്കുന്നത് റിബൺ സാൻഡ്വിച്ച് ആയിട്ടാണ്. ഈസി പീസി ആയിട്ടുള്ള ഒന്നാണിത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് 2 വലിയ ഉള്ളി എടുക്കണം, 2-3 എരിവുള്ള പച്ചമുളക് വേണം, 2 ചെറിയ വെളുത്തുള്ളി വേണം, 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും വേണം. പിന്നെ കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഒരു നല്ല മണം വരുന്നത് വരെ മൂപ്പിക്കാം. എണ്ണയ്ക്ക് പകരം ബട്ടർ ചേർത്താൽ വളരെ നല്ലതാണ്. ഉഴുന്ന് പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടാവണം. പിന്നെ അതിലേക്ക് ഉപ്പ്, മല്ലിയില, പുതിനയില ഇവയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരയാൻ പാകത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ചട്നി റെഡിയായി. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. 4 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. അത് ഒന്ന് നിരത്തി വെക്കുക. ആദ്യത്തെ സ്ലൈസിൽ നമുക്ക് ആവശ്യമുള്ളിടത്തോളം ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡിലേക്ക് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ഈക്വലായിട്ട് 1:1 രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസിൻ്റെ പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് റെഡ് ചില്ലി സോസ് ഒഴിവാക്കാം. മൂന്നാമത്തെ സ്ലൈസിലേക്ക് അമൂലിൻ്റെ ചീസ് സ്പ്രെഡ് ആവശ്യമുള്ളിടത്തോളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നാലാമത്തെ സ്ലൈസിലേക്ക് നല്ല കനത്തിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്രീനിന് മുകളിൽ റെഡും റെഡിന് മുകളിൽ വൈറ്റും വരുന്ന രീതിയിൽ സ്ലൈസുകളെല്ലാം അടുക്കി വെക്കുക. നന്നായി അടുക്കി ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജസ് എല്ലാം ബ്രൗൺ കളറുള്ള എഡ്ജസ് എല്ലാം ഒന്ന് ട്രിം ചെയ്ത് മാറ്റുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ 3 നീളത്തിൽ കട്ട് ചെയ്യുക. ട്രൈ കളർ റിബൺ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.